എനിക്ക് പറയാൻ അല്പം നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത്രയും പോയിന്റ് പറയണ്ട. അമ്പലപ്പുഴയിലാണോ സ്വന്തമായി മത്സരിക്കുന്നത്? പിന്നെ ഇവിടുത്തെ UDF പിന്തുണ നൽകാൻ തയ്യാറാണ് എന്നൊക്കെ പറയുന്നത് അറിയില്ല. അതൊന്നും അറിയില്ല. ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഞാനിപ്പോൾ ആരുടെയും പിന്തുണയ്ക്ക് പോയിട്ടില്ല. ഒരാളുടെയും പിന്തുണ ഒരാളുടെ സ്ഥാനാർത്ഥിയുടെ സ്വതന്ത്രമാണ്. UDF പിന്തുണയ്ക്കുമെന്ന സംസാരമുണ്ട്. UDF പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് പുറത്തുനിന്ന് പിന്തുണയ്ക്കുകയാണെങ്കിൽ സ്വീകരിക്കും. ഞാൻ പറഞ്ഞപ്പോൾ ആ പ്രശ്നം എന്നെ ഒന്നും വിളിക്കുന്നില്ല. എന്റെ അടുത്ത് ആരും വന്നിട്ടില്ല. അങ്ങനെ പിന്തുണ തന്നാൽ വേണ്ട എന്ന് പറയും. പിന്തുണ തന്നാൽ എന്ന പ്രശ്നം ഉദിക്കുന്നില്ലല്ലോ. പിന്തുണ തന്നിരിക്കുക അതൊന്നും തന്നില്ലല്ലോ. ഞങ്ങൾ എഗ്രിമെന്റ് ഒന്നും വെച്ചില്ല. ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വിജയമാണല്ലോ പ്രധാനം. ഒരു വിജയ സാധ്യത അമ്പലപ്പുഴ മണ്ഡലത്തിൽ കാണുന്നുണ്ടോ? അങ്ങനെ MLA ആയിരുന്ന സമയത്തെ ഒരു ജനസ്വാധീനം വിജയിക്കുമെന്ന പ്രതീക്ഷയിലല്ലേ മത്സരിക്കുന്നത്. അത്രയല്ലേ പറയാൻ പറ്റും. സാർ അത് വീണ്ടും ചോദിക്കുന്ന ചോദ്യം, അതായത് സാറിന് പുറത്തുനിന്ന് ഒരു പിന്തുണ വരികയാണെങ്കിൽ സാർ അത് സ്വീകരിക്കുമോ എന്നുള്ളതാണ്. അല്ല, അതിപ്പോ പറയാൻ പറ്റില്ല. പിന്തുണയുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. പലതരം പിന്തുണയുണ്ടല്ലോ. ഇപ്പൊ UDFന്റെ ചർച്ചകൾ നടക്കുമ്പോൾ UDF അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടില്ല. നേരത്തെ ചർച്ചകൾ നടന്നപ്പോൾ എനിക്കറിയില്ല. എന്നോട് ആരും സംസാരിച്ചില്ല. ഞാൻ സംസാരിക്കാൻ പോയിട്ടില്ല. പറഞ്ഞു ഒരിക്കലും വേണ്ടി ഞാൻ വെച്ചിട്ടില്ല ആരുമായിട്ട്. ഈ അമ്പലപ്പുഴയിൽ മത്സരിക്കുമ്പോൾ പാർട്ടിക്കെതിരെ കൂടിയാണല്ലോ മത്സരം. പാർട്ടിക്കെതിരെ ഞാൻ മത്സരിക്കുന്നില്ല. അവിടെ പാർട്ടി ചിഹ്നത്തിലാണ്. പാർട്ടി ചിഹ്ന സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥി ജയിക്കട്ടെ. സോഷ്യൽ മീഡിയ വഴി ജയിക്കട്ടെ. ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അങ്ങയുടെ പഴയ ഒരു വീഡിയോ സംഭാഷണം. അതായത് ഒരാൾക്ക് VSന് സീറ്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങ് പറഞ്ഞൊരു പഴയ സംഭാഷണം, എല്ലാവർക്കും എല്ലാ കാലത്തും സ്ഥാനാർത്ഥിയാവാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ മുമ്പ് പറഞ്ഞിരുന്ന ഒരാൾ വീണ്ടും ഇങ്ങനെ മത്സരിക്കാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അധികാരത്തോടുള്ള ആഗ്രഹം കൊണ്ട് അതാണ് ചോദ്യം. അതെ, ബാക്കിയുള്ളവരെല്ലാം സന്യസിക്കാരാണ് മത്സരിക്കുന്നത്. അധികാരത്തിലുണ്ടല്ലേ. എല്ലാവരും സന്യസിക്കാൻ വേണ്ടി മത്സരിക്കാൻ. എന്നെ MLA ആക്കിയാൽ ഞാൻ കാശി പോക്കോടാന്ന് പറഞ്ഞാൽ എന്താ ചോദിക്കും. നിങ്ങൾ അത് VS അങ്ങനെ ആഗ്രഹം പഠിപ്പിച്ചപ്പോ ഞാനെന്തോ പറഞ്ഞെന്നല്ലേ നിങ്ങൾ. ഞാൻ ആ വീഡിയോ കണ്ടില്ല. കാണാത്ത വീഡിയോ ഞാനങ്ങനെ കൃത്രിമ വീഡിയോ ആയിക്കൂടെ? ഇല്ലേ ഇപ്പോ